അടുത്തൊരു ചോദ്യം നോക്കി നോക്കാം. അടുത്ത ചോദ്യം പറഞ്ഞാൽ 128നെ നമ്മൾ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതായത് 128നെ നമ്മൾ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിമൈൻഡർ സ്റ്റോർ ചെയ്യുക. 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 64 ടൈംസ് പോകും, റിമൈൻഡർ 0. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32 ടൈംസ് പോകും, റിമൈൻഡർ 0. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 ടൈംസ് പോകും, റിമൈൻഡർ 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 തവണ, റിമൈൻഡർ 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ടൈംസ്, റിമൈൻഡർ 0. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ടൈംസ്, റിമൈൻഡർ 0. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈംസ്, റിമൈൻഡർ 0. അതിനുശേഷം റിമൈൻഡർ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക 1. അതിനുശേഷം 1 2 3 4 5 6 7 zeros. ഇതാണ് ബൈനറി വാല്യൂ 128. ഇനി തന്നെ വേറെ രീതിയിൽ എഴുതാൻ പറ്റും. 8 ബിറ്റിലല്ലേ റെപ്രസെന്റേഷൻ. 8 ബിറ്റിലെ ഓരോ ബിറ്റിന്റെ വാല്യൂ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരെണ്ണമുണ്ട്. ഓരോ ബിറ്റിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് 2 to the power 0, 2 to the power 1, 2 to the power 2, 2 to the power 3, 2 to the power 4, 2 to the power 5, 2 to the power 6, 2 to the power 7. വാല്യൂസ് പറഞ്ഞാൽ 1, 2, 4, 8, 16, 32, 64, 128. നമ്മളോട് ചോദിച്ചത് 128 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ ഏതാണെങ്കിൽ ആ 128ന്റെ അവിടുത്തെ ബിറ്റിന്റെ അവിടെ 1 ഇടുക, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ 0 ഇടുക. 128ന്റെ ബിറ്റിന്റെ അവിടെ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിറ്റിന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ള വാല്യൂ ഒക്കെ 0. നമ്മളോട് ചോദിച്ചിട്ടുള്ള വേറൊരു വാല്യൂ ആയിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 65 ആയിരിക്കാം. 65ന്റെ ബൈനറി കണ്ടുപിടിക്കണമെങ്കിൽ 65നെ നമുക്ക് ഇതിലെ ഏതൊക്കെ സംഖ്യകളുടെ തുകയായിട്ട് സമ്മായിട്ട് എഴുതാൻ പറ്റും നോക്കി നോക്കാം. 64 + 1 അതാണ് 65. അപ്പൊ 64ന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക. ഇത് 128ന്റെ ആണ്. 64ന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക, പിന്നെ 1ന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ള വാല്യൂ 0 ഇട്ട് കൊടുക്കുക. 0 0 0 0 0 0. ഇതാണ് 65ന്റെ. നമുക്ക് 100ന്റെ ഏതാണെന്ന് വിചാരിക്കുക. 100ന്റെ ഏതാണെങ്കിൽ എങ്ങനെ എഴുതുക? 64 + 32, 64 32 കൂടി ആഡ് ചെയ്താൽ 96 കിട്ടും, പിന്നെ 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. 100ന്റെ ബൈനറി പറഞ്ഞാൽ 64ന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക, പിന്നെ അവിടെ 32ന്റെ അവിടെയും 1 ഇട്ട് കൊടുക്കുക, പിന്നെ 4ന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളടത്തൊക്കെ 0 കിട്ടുക. 0 0 0 0 0. ഇതാണ് 100ന്റെ ബൈനറി. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി കണ്ടുപിടിക്കുക. നമുക്ക് ഈ മെത്തേഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ സ്റ്റോർ ചെയ്യുക. ഏറ്റവും ബോട്ടത്തിൽ നിന്ന് റിമൈൻഡർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന ഓർഡർ ചെയ്ത്, അതാണ് ബൈനറി നമ്പർ. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ആ പ്രോഗ്രാമിൽ എന്താണ്? ആദ്യം നം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. നം എന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? -1 ആണ്. അതിന് അകത്ത് ഈഫിന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഈഫിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുന്നത്? നം പ്ലസ് പ്ലസ്. ഈ നം പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്, പക്ഷെ പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. പോസ്റ്റ് ഇൻക്രിമെന്റ് ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻക്രിമെന്റ്. പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. അതായത് ആദ്യക്ക് വേരിയബിളിന്റെ നെയിം വരും, അതിനുശേഷം പ്ലസ് പ്ലസ്. ഇതാണ് പോസ്റ്റ് ഇൻക്രിമെന്റ്. ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻക്രിമെന്റ്. ഇങ്ങനെ വരുമ്പോൾ ആദ്യക്ക് നം ഈ എക്സ്പ്രഷൻ ഉള്ളത്, അതായത് നം പ്ലസ് പ്ലസ്, ആ എക്സ്പ്രഷൻ എവിടെയാണ് ഉള്ളത് അവിടെ നമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. അതായത് ഈ എക്സ്പ്രഷനിൽ ഈഫിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുക? ഈഫ് ഓഫ് -1 എന്ന് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തതിനു ശേഷം അടുത്ത ലൈനിലേക്ക് കോഡ് റൺ ചെയ്യുന്ന സമയം കോഡ് ഓരോ ലൈൻ ബൈ ലൈൻ ആണ് റൺ ചെയ്യുക. അപ്പൊ അടുത്ത ലൈനിലേക്ക് പോകുമ്പോഴേക്കും നമ്മിന്റെ വാല്യൂ എത്രയാണ്? -1 അപ്ഡേറ്റ് ആവും. -1 അപ്ഡേറ്റ് പറഞ്ഞാൽ ഇത് ഇൻക്രിമെന്റ് ആയതുകൊണ്ട് -1 മാറിയിട്ട് 0 ആയിട്ട് അപ്ഡേറ്റ് ആവും. ഈഫിന്റെ അകത്ത് ചെക്ക് ചെയ്യുമ്പോൾ -1 ആയിരിക്കും. അതിനുശേഷം നമ്മിന്റെ വാല്യൂ എത്രയായി? 0 ആയിരിക്കും. ഈഫിന്റെ അകത്ത് ഒരു നൺ സീറോ വാല്യൂ, അതായത് ഈഫിന്റെ അകത്ത് പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ വരികയാണെങ്കിൽ ഈഫിന്റെ അകത്ത് ട്രൂ കേസ് ആയിരിക്കും. ഇവിടെ പോകുന്നത് ഈഫ് ഓഫ് -1. അപ്പൊ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്രിന്റ് എഫ് ആണ് പ്രിന്റ് ചെയ്യുക. ഈഫിന്റെ അകത്ത് എന്താണ്? ഈ കേളി ബ്രാക്കറ്റിന്റെ അകത്ത് ഈ ഒരു പ്രിന്റ് എഫ് മാത്രമേ ഉള്ളൂ കോഡ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഈഫ് പാർട്ട് വിൽ പ്രിന്റ് ആവും വരും. അതിനുശേഷം ഈഫിന്റെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും കോഡ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റോ കോഡോ ഒന്നും ഇല്ല. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഈഫ് പാർട്ട് വിൽ പ്രിന്റ് മാത്രമായിരിക്കും വരും. കാരണം ഇഫ് കേസ് ട്രൂ ആണ്, നമ്മ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഈഫിന്റെ അകത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മിന്റെ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ -1 ആണ് കൊടുക്കുക. അതിനുശേഷം അടുത്ത ലൈനിലേക്ക് പോകുമ്പോഴാണ് നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻക്രിമെന്റ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്യണം. ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം GCC കമ്പൈൽ ചെയ്യുക, ഫയൽ നെയിം അടിക്കുക, കമ്പൈൽ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. വേണ്ട ഈഫ് പാർട്ട് വിൽ പ്രിന്റ് എന്ന് വന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ നം ഈക്വൽ ടു -1, ഈഫിന്റെ അകത്ത് പ്ലസ് പ്ലസ് നം എന്നാണ് കൊടുത്തുള്ളത്. അപ്പൊ എന്താ വ്യത്യാസം വരുന്നത് നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കി നോക്കാം. ആദ്യം നം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ആക്കി. ആ വേരിയബിളിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? -1 ആണ്.
അതിനുശേഷം ഈഫിന്റെ അകത്ത് എന്താണ് ചെക്ക് ചെയ്യുന്നത് പ്ലസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ് പ്ലസ് നമ്പർ. അതായത് ആദ്യം നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. നമ്മിന്റെ വാല്യൂ അവിടെ -1 ആണുള്ളത്. -1 അപ്ഡേറ്റ് ചെയ്യുക പറഞ്ഞാൽ -1 മാറിയിട്ട് 0 ആയി. അപ്ഡേറ്റ് ചെയ്ത ഈ വാല്യൂ ആണ് ഈ പ്ലസ് നമ്പർ എന്ന എക്സ്പ്രഷൻ കൊടുത്ത് കൊടുക്കുക. അതായത് ആദ്യം -1 എന്ന വാല്യൂ അപ്ഡേറ്റ് ആയി. -1 + 1 0 അപ്ഡേറ്റ് ആയി. അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആണ് ഈഫിന്റെ അകത്ത് എക്സ്പ്രഷൻ കൊടുക്കുക. ഇതിന്റെ അകത്ത് എന്താണ് ചെക്ക് ചെയ്യുക? if of 0 ആണ് ചെക്ക് ചെയ്യുക. ഈഫിന്റെ അകത്ത് 0 എന്ന വാല്യൂ വരാണെങ്കിൽ അത് ഫോൾസ് കേസ് ആണ്. ഈഫിന്റെ അകത്ത് ഒരു പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ വരാണെങ്കിൽ ട്രൂ കേസ്. ഈഫിന്റെ അകത്ത് ഒരു 0 വന്നു കഴിഞ്ഞാൽ ഫോൾസ് കേസ് ആണ്. അപ്പൊ ഈഫിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യില്ല. അപ്പൊ എൽസ് പാർട്ടിലേക്ക് പോകും. എൽസ് പാർട്ടിൽ എന്താ ഉള്ളത്? എൽസ് പാർട്ട് വിൽ പ്രിന്റ് ആണ് പ്രിന്റ് ഉള്ളത്. ഇതിന്റെ ഔട്ട് എന്താ വരിക? എൽസ് പാർട്ട് വിൽ പ്രിന്റ് എന്നാണ് വരിക. ഇതിനെ പറയുന്ന പേരാണ് പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. പ്ലസ് നം എന്ന് പറഞ്ഞാൽ പ്രീ ഇൻക്രിമെന്റ് ആണ്. പ്രീ ഇൻക്രിമെന്റ്. നം പ്ലസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. പ്ലസ് നം എന്ന് പറഞ്ഞാൽ വാല്യൂ ആദ്യം അപ്ഡേറ്റ് ചെയ്യും. നമ്മിന്റെ വാല്യൂ ആദ്യം അപ്ഡേറ്റ് ചെയ്യും. ആ വാല്യൂ ആണ് എക്സ്പ്രഷൻ കൊടുക്കുക. നം പ്ലസ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്രഷൻ കൊടുത്ത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ കൊടുക്കും. അതിനുശേഷമാണ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ മുന്നത്തെ പ്രോബ്ലം. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? എൽസ് പാർട്ട് വിൽ പ്രിന്റ് വരിക. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്യുക. ആദ്യം കമ്പൈൽ ചെയ്യുക. അതിനുശേഷം റൺ ചെയ്യുക. അപ്പൊ എൽസ് പാർട്ട് വിൽ പ്രിന്റ് വരും. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കി നോക്കാം. നമുക്ക് പ്രോഗ്രാം ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ആദ്യം നം എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ആക്കി. നം എന്ന വേരിയബിളിനിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത് -1 ആണ്. അപ്പൊ നമ്മിലുള്ളത് -1 ആണ് നമ്മിലുള്ളത്. അതിനുശേഷം എ എന്ന വേരിയബിൾ ക്രിയേറ്റ് ആക്കി. എ എന്ന വേരിയബിളിലേക്ക് എന്താണ് അസൈൻ ചെയ്യുന്നത്? നം പ്ലസ്. ഇതിന്റെ പേരാണ് പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. നമ്മൾ ഇപ്പോഴേ പറഞ്ഞിട്ടില്ല, പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിൽ ഈ എക്സ്പ്രഷനിലോടത്ത് നമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുക. അതായത് എയിലേക്ക് നമ്മിന്റെ ഇപ്പോഴുള്ള വാല്യൂ എന്താ സ്റ്റോർ ചെയ്യുക? -1 ആണ് സ്റ്റോർ ചെയ്യുക. അതിനുശേഷം അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആവും. അപ്പൊ എയിലേക്ക് -1 സ്റ്റോർ ചെയ്തു. അതിനുശേഷം അടുത്ത ഇതിലേക്ക് പോകുമ്പോഴേക്കും നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയി. നമ്മിന്റെ വാല്യൂ -1 അപ്ഡേറ്റ് ചെയ്തിട്ട് 0 ആയി. ഇനി ഈഫിന്റെ അകത്ത് നമ്മാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോഴുള്ള നമ്മിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഈഫിന്റെ അകത്ത് എന്താണ് ചെക്ക് ചെയ്യുന്നത്? if of 0. ഈഫിന്റെ അകത്ത് 0 ആണെങ്കിൽ അത് ഫോൾസ് കേസ് ആണ്. അപ്പൊ ഈഫിന്റെ അകത്തേക്ക് പോവില്ല. അപ്പൊ എൽസ് പാർട്ടിലേക്ക് പോകും. അപ്പൊ നമുക്ക് മനസ്സിലായി എൽസ് പാർട്ടിലേക്കാണ് പ്രിന്റ് ചെയ്യുക. ഇനി അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? ആദ്യം എൽസ് പാർട്ട് വിൽ പ്രിന്റ് എന്ന് വരും. പിന്നെ a = %d/num =%d. ഈ %d എന്ന് പറയുന്നത് ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. %d പറഞ്ഞാൽ ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. നമുക്ക് ഒരു ഇന്റിജർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് %d യൂസ് ചെയ്യുക. %d പിന്നെ സ്ലാഷ് എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ശരിക്കും പ്രിന്റ് ചെയ്യുക എയുടെ വാല്യൂ എന്താണോ അതാണ് പ്രിന്റ് ചെയ്യുക. ഈ %d യുടെ ഈ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഈ %d യുടെ ഈ നമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. എയുടെ വാല്യൂ എന്താണ്? -1 ആണ് എയുടെ വാല്യൂ. നമ്മിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? ഇതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ആദ്യം എൽസ് പാർട്ട് വിൽ പ്രിന്റ് എന്ന് വരും. ഈ ലൈൻ പ്രിന്റ് ചെയ്യും. അതിനുശേഷം a = -1 എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം പുതിയ ലൈനില് നം നമ്മിന്റെ വാല്യൂ എന്താണ്? നമ്മിന്റെ വാല്യൂ 0 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ എൽസ് പാർട്ട് വിൽ പ്രിന്റ് a = -1 നം = 0. അതാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരിക. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്യുക. അതിനുശേഷം റൺ ചെയ്യുക. കമ്പൈൽ ചെയ്തതിനു ശേഷം റൺ ചെയ്യുക. അപ്പൊ കണ്ട എൽസ് പാർട്ട് വിൽ പ്രിന്റ് a = -1 നം = 0. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്.